ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ് ആൻഡ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള FC-യുടെ V4 ആണ്, അതായത് ജനറേഷൻ 4 ഓഫ് FC. ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മീറ്റർ കൺസോൾ MT-യുടെ നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആ ഒരു സ്റ്റൈലിങ്ങിന് മാറിയിട്ട്, പിന്നെ ഒബ്വിയസ്ലി നേരത്തെ വന്ന ആ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതായത് ജനറേഷൻ 1 ഇപ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആ ഒരു സ്ലീക്ക് ലുക്കിംഗ് ആയിട്ടുള്ള FC ഇച്ചിരി ഒന്ന് ബൾക്കി ആയിട്ടുണ്ട്. ഇതൊരു 155cc ആണെന്ന് പെട്ടെന്ന് കണ്ട ആൾക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ കുഞ്ഞൻ എഞ്ചിനും കാര്യങ്ങളും കാണാം. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതായത് ഒരു കുഴപ്പമില്ല. ലീനിയർ പവർ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ലീനിയർ പവർ ഡെലിവറി. അത്രക്കും ഈസി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങൾ കാണാം. ഫ്രണ്ടിലും ബാക്കിലും 100-140 സെക്കൻഡ് ടയേഴ്സ്, 282 ട്വിൻ പിസ്റ്റൺ കാലിപ്പറും അതേപോലെ തന്നെ 220mm സിംഗിൾ പിസ്റ്റൺ കാലിപ്പറുമാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS-ഉം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. പിന്നെ നമുക്ക് ആ 149cc എയർ കൂൾഡ് എഞ്ചിനും കാര്യങ്ങൾ കാണാം. ആ ഒരു സെയിം ഓൾഡ് എഞ്ചിൻ തന്നെയാണ്. കുറച്ച് നൊസ്റ്റാൾജിക് ആണ് ആക്ച്വലി. ബിക്കോസ് എനിക്ക് എൻ്റെ കയ്യിലൊരു FC ആക്ച്വലി ഉണ്ടായിരുന്നു. ഈ എഞ്ചിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി 12.3 bhp അതേപോലെ തന്നെ 13.3 Nm ഓഫ് ടോർക്കുമാണ്. പണ്ട് എനിക്ക് തോന്നുന്നു 14.3 സംവെയർ അറൗണ്ട് ആയിരുന്നു FC ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ കൂടെ കാർബറേറ്ററും ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു പവർ ഡെലിവറിയും ഒരു എന്താ പറയണ്ട, ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് മാഡായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് അന്ന് മാഡായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഇത്രയും വണ്ടി കണ്ടു, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ ഓടിച്ചു. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ 150cc എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വോത്തി ആയിട്ടുള്ള 125cc ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ച് ബെറ്റർ മൈലേജ്, പിന്നെ പവറിൻ്റെ വലിയ ഡിഫറൻസ് ഇല്ല. സോ ആൾക്കാരൊക്കെ പതി 125cc പോവാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഫേക്ക് റാം എയർ ഇൻടേക്ക് കാണാം. പഴയ FC-ക്കുള്ള ആ ഒരു പ്രശ്നം ഇതിനും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ സ്ട്രൗഡ്സ് പോകുന്ന ഒരു ഇഷ്യൂ ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു മോഡലായിരുന്നു ആ V3. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മോഡലും. കാരണം ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരുന്നു യമഹയുടെ ഭാഗത്തുനിന്ന്. ഒരു ജാപ്പനീസ് മാനുഫാക്ചറിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മോണോഷോക്കും കാര്യങ്ങളൊക്കെ കാണാം. 7 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ചെറിയ ഹഗ്ഗറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റും പിന്നെ ഫുൾ LED ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 790mm മാത്രമേ സീറ്റായിട്ട് വരുന്നുള്ളൂ. ഭയങ്കര ആക്സസിബിൾ ആണ്. 138 കേർബ് വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ്. ഭയങ്കര ലൈറ്റാണ്. അതായത് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റസ്റ്റ് എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും ഈ സെഗ്മെൻറ്റിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ ആ LCD ഡിസ്പ്ലേയും കാര്യങ്ങൾ കാണാം. പിന്നെ ഷോർട്ടായിട്ടുള്ള, ഒരുപാട് വൈഡൊന്നുമല്ല, ഷോർട്ടായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ആ ഒരു സിറ്റി റൈഡിന് കമ്മ്യൂട്ടിങ്ങിന് മനസ്സ് കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു വണ്ടി പോലെയാണ്. അതായത് വിച്ച് ഈസ് ലൈറ്റ്, പവർ ഭയങ്കര ലീനിയർ ആണ്, ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, പിന്നെ അതുപോലെ തന്നെ വീൽ ബേസ് ഭയങ്കര ഷോർട്ടാണ്. അങ്ങനെ ഒരു കുട്ടി ട്രാഫിക് വണ്ടിയായിട്ട് FC മാറിയിട്ടുണ്ട്. ആ ടൈറ്റിൽ തന്നെ ലോർഡ് ഓഫ് ദി സ്ട്രീറ്റ് തന്നെയായിരുന്നു. ഒബ്വിയസ്ലി ആ ലെഗസി ചെറിയ രീതിയിലെങ്കിലും ഇപ്പോഴും യമഹ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ MT കാണുന്ന പോലെ ആ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ടൈം കാണിക്കും, ഇതാണ് ടാക്കോമീറ്റർ. ഇവിടെ സ്പീഡ്, ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ട്രിപ്പ് 1 ട്രിപ്പ് 2 അതും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇതാണ് ടോഗിൾ സ്വിച്ച് വരുന്നത്. ഇതിൽ ലിറ്റർ/100 km കാണിക്കും, അതായത് അവറേജ് മൈലേജ് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ അവറേജ് സ്പീഡ് കാണിക്കും. പിന്നെ ഇത് TCS ആണ്, ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്റർ കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ട്രിപ്പിൽ എത്രയായെന്നും കാണിക്കും. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എക്സോസ് നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. പിന്നെ ഒബ്വിയസ്ലി ആ സ്റ്റാൻഡ് കട്ട് ഓഫ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇച്ചിരി ഗ്രണ്ടി ആയിട്ടുള്ള സൗണ്ടാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ അതെ, നമ്മുടെ FC V4 നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് ടൂറൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പം മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. യെസ് യു ക്യാൻ, അതായത് ലോങ്ങും കാര്യങ്ങളൊക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഴയ FC ഒക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി കൈയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പോൾ ആ ഫീൽ ഒട്ടുമില്ല. ഭയങ്കര ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലീനിയർ. എനിക്ക് അങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് അറിയില്ല. കയറുന്നതും നമ്മൾ അറിയില്ല. എനിക്ക് തോന്നുന്നത് 7000 RPM അല്ല ഒരു 6000 RPM പാസിൽ ചെറിയൊരു പവർ ഫീൽ ഉണ്ട് എന്നുള്ളതാണ്, ചെറുത്. അല്ലാണ്ട് ആ ഒരു പവർ ഡെലിവറിയുടെ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു കേർവ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലീനിയർ ആയിരിക്കും. അത്രക്കും ഈസി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ബിഗിനേഴ്സിനെ മനസ്സിൽ ധ്യാനിച്ച് യമഹ ഉണ്ടാക്കിയൊരു വണ്ടിയാണ് ഇത്. ശരിക്കും പറഞ്ഞൊരു പ്രോപ്പർ ഒരു ട്രാഫിക് ബൈക്കാണ്. ബട്ട് ആ ഒരു ട്രാഫിക് ബൈക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈക്ക് ക്യാൻ യു ഹാവ് ഫൺ ഓൺ ദ ട്രാഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ. ഒരു വിധത്തിൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഇത്രയും ഫണ്ണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻ ഐ ഹാവ് ഫൺ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
കൈൻഡ് ഓഫ് നിങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രീം അഗ്രസീവ് ലെവലിലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു തരി ഫണ്ണ് കിട്ടും. അത് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അത്രയും നിങ്ങൾ ഈ വണ്ടിയുടെ ഒരു പ്രാക്ടിക്കാലിറ്റി അല്ല ഈ വണ്ടി എന്തിന് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ഹാവ് ഫൺ ബട്ട് ടു കമ്മ്യൂട്ട്. അതാണ് കാര്യം. ബിഗിനേഴ്സിനായാലും അല്ലെങ്കിൽ കുറച്ച് വലിയ ആൾക്കാർ, കുറച്ച് ഏജ്ഡായ ആൾക്കാർ, ഈവൻ ദോ ഇത്തിരി സ്റ്റൈലിംഗ് ഉണ്ടെങ്കിൽ പോലും ഇച്ചിരി ഏജ്ഡായ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബിഗിനറിനായാലും എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഒബ്വിയസ്ലി ബാക്കി പാരാമീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പവർ ഓക്കെ, എനിക്കതൊരു കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഓക്കെ ആണോ, എനിക്ക് കമ്മ്യൂട്ട് ചെയ്യണം, ഇടയ്ക്ക് ടൂർ ചെയ്യണം, മൈലേജിൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെർഫെക്റ്റ് ആണ്. അതൊക്കെ ഇതിനെ കൊണ്ട് സുഖമായിട്ട് പറ്റും. മൈലേജിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് എൻജിൻ്റെ പവർ ഡെലിവറിയുടെ ഒക്കെ കാര്യം. അപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ യെസ് സ്പീഡ് ഗെയിൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വളരെ ലീനിയറായിട്ടാണ്. നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ 70 ക്ലോക്ക് ചെയ്തപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഒരു 15 കൈ കൊടുത്ത് കയറിയാൽ 70 എത്തിയതൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് ലീനിയറാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. നല്ല ടോപ്പ് ടോപ്പ് കയറുമ്പോൾ ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാന്നാണെങ്കിലും ഭയങ്കര സ്മൂത്താണ്, ബട്ടർ സ്മൂത്താണ്. നിങ്ങൾ 5,000 to 6,000 RPM വെച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ താഴെ ആയാലും ശരി ഒരു 4 to 6 പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് അടിക്കില്ല. യെസ് ഐസ് എഞ്ചിനാണ്, അപ്പോൾ അതിൻ്റേതായ അത് വൈബ്രേഷൻ ഇല്ല എന്നല്ല, പക്ഷേ എന്നാൽ പോലും ഭയങ്കര മിനിമം. ഇപ്പോൾ ഒന്നും ഞാൻ അറിയണില്ല. പക്ഷേ ഒരു 5,000 മേലെ കയറി കഴിഞ്ഞാൽ പതിയെ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു ബസ് കിട്ടും. പിന്നെ അതിൻ്റെ മേലെ കയറുന്ന ആ ബസ് കൂടി വരുമെന്നുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളൊരു ആ കംഫോർട്ട് ലെവലിൽ പിടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒട്ടും വൈബ്രേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഭയങ്കര കംഫോർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാം. ഗിയർ ബോക്സിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. യമഹയുടെ ഗിയർ ബോക്സാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, സ്ലിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കമ്പയർ ടു ദ ഓൾഡർ ഗിയർ ബോക്സസ് ഞാൻ യമഹയിൽ ഓടിച്ചത് വെച്ചിട്ട് ഇത് ഇച്ചിരി ഒന്ന് ഹാർഡാണോ, അതായത് കമ്പയർ ടു യമഹ സ്റ്റാൻഡേർഡ്സ് കിട്ടും. ഇപ്പോൾ ബജാജിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ മോഡൽസ് ആണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ആ സ്മൂത്തൊക്കെ തന്നെ ഇതിനും ഉണ്ട്. അത് അതിൻ്റെ മേലെയോ. പക്ഷേ നമ്മൾ യമഹ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇപ്പോൾ നിങ്ങളൊരു പഴയ FC ഒക്കെ ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ ഗിയർ ബോക്സൊക്കെ നല്ലൊരു വണ്ടിയാണെങ്കിൽ സ്മൂത്തും സ്ലിക്കും ആയിരിക്കും. അറിയില്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇച്ചിരി ഒരു പിടുത്തമുള്ള പോലെ വണ്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റായിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നിർത്തിയപ്പോൾ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, സീറ്റിൻ്റെ കാര്യം. സീറ്റ് കംഫർട്ടബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പഴയ FC സീറ്റ് എന്ന് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മരവിച്ച് പോകുമായിരുന്നു കുറേ കാലം ഓടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ലോങ് പോയി കഴിഞ്ഞാൽ യെസ് കുറേ പോയി കഴിഞ്ഞാൽ മരവിക്കും. അതായത് ഒരു ഈ ടോപ്പ് ഞാൻ പറഞ്ഞില്ല 6,000 7,000 RPM ഒക്കെ കഴിയുമ്പോഴേക്ക് സീറ്റിലും ചെറിയൊരു ബസ് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മരവിക്കാനുള്ള ചാൻസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതാണ് സീറ്റിൻ്റെ കാര്യം. ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്സ് ഉണ്ട് കേട്ടോ. അതായത് അയ്യേ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ബ്രേക്സ് ഈ മോട്ടോർ സൈക്കിളിലുണ്ട്. നിങ്ങൾ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രേക്കിന്. അതിപ്പോൾ ഫ്രണ്ടായാലും ബാക്കാണേലും കുഴപ്പമില്ലാതൊരു ബൈറ്റും, അതായത് പ്രോഗ്രസീവായിട്ടുള്ളൊരു ബൈറ്റാണ്, സ്ട്രോങ് ബൈറ്റൊന്നുമല്ല. അങ്ങനെ ഒരു ബ്രേക്സാണ്. അത് ഈസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കാത്ത രീതിയിൽ ഒരു നല്ല ബ്രേക്സ്. 282 mm ഇൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ 220 mm ഇൻ്റെ ബാക്കും സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്സ് ഒക്കെ അത്യാവശ്യം പെട്ടെന്ന് ചാടി പിടിക്കാം. ബാക്ക് ABS അല്ല, ചാടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ എന്താ സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ടയേഴ്സാണ് MRFൻ്റെ നോർമലായിട്ടുള്ള ഒരു കമ്മ്യൂട്ടിസ്റ്റ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. നയോൺ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് അക്രമമൊന്നും കാണിക്കണ്ട. ഇനി നിങ്ങൾക്ക് നല്ല ടയേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കോർണർ ചെയ്യാൻ പറ്റും. വീൽ ബേസ് ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നല്ല ടയേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ അത്യാവശ്യം കോർണേഴ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാം. അതാ പറഞ്ഞു FC നിങ്ങൾ ഒരു തവണെങ്കിലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംഭവം മനസ്സിലാവും. ആ സസ്പെൻഷൻ സെറ്റപ്പ് തന്നെ പണ്ട് ഭയങ്കര ഒരു മാജിക് ഫോർമുലയായിരുന്നു. ആ ഒരു കംഫോർട്ടും അതേപോലെ തന്നെ ഒരു സ്പോർട്ടിനെസിൻ്റെയും അതിൻ്റെ ഒരു മാജിക് റേഷ്യോയിലായിരുന്നു സെറ്റ് ചെയ്തത്. ആ സെയിം സാധനം തന്നെ ഇതിലും ഇപ്പോഴും ഉണ്ട്. അതായത് ആ 150cc സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷനാണ് FCക്ക് കൊടുത്തേക്കുന്നത്. എനിക്ക് RTR 160യുടെ USDയും കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓടിച്ച് നോക്കണം അതിനെപ്പറ്റി ബാക്കി പറയാനായിട്ട്. അതായത് ഭയങ്കര പ്രാക്ടിക്കലാണിത്, കംഫോർട്ടബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ലാസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ട് മൈലേജ് വരുന്നത് 50 മേലെ എന്തായാലും നിങ്ങൾക്ക് ഇത് മൈലേജ് കിട്ടും നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ 13 liters ടാങ്ക്, യെസ് ഐ റെക്കൺ 13 liters ടാങ്കും ഉണ്ട്. അപ്പോൾ വിച്ച് മേക്സ് ഇറ്റ് ലൈക്ക് ഓൾമോസ്റ്റ് 650+ റേഞ്ച് തരുന്ന ഒരു വണ്ടിയാണ്. അത് ആ റേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ടൂറിങ് മോട്ടോർ സൈക്കിളിൻ്റെ റേഞ്ചാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ടൂറിങ് മോട്ടോർ സൈക്കിൾ അത്ര റേഞ്ച് തരുന്നുണ്ട്.
ആ റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര റേഞ്ചാണ്. അതായത് 13 ലിറ്റർ കപ്പാസിറ്റി നിങ്ങൾ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ 650, അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാണ്ട് 650 കിലോമീറ്റേഴ്സൊക്കെ ഓടിക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി ക്യാച്ച്, നല്ലൊരു ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല റേഞ്ചും ഉണ്ട്. ആൻഡ് ദാറ്റ്സ് റിയലി നൈസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അഥവാ ടൂർ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീംലി വെയിറ്റ് ഒന്നും കൂട്ടാണ്ടിരിക്കുക. അതായത് കുറേ ക്രാഷ് ഗാർഡും സാഡിൽ ഇതും അതൊക്കെ വെക്കാണ്ടിരിക്കുക. അത്യാവശ്യം മാക്സിമം ഒരു ടെയിൽ ബാഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നോക്കുക. കാരണം വണ്ടി അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് വെയിറ്റ് ഒരുപാട് ആഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. ഒന്നാമത് ഭയങ്കര പവറൊക്കെ ഭയങ്കര ലീനിയർ, അതിൻ്റെ കൂടെ വെയിറ്റും കാര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ പവറിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഷോക്കാവും. അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾ ടെയിൽ ബാഗ് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. പ്ലസ് മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്നത്. അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സാധാരണ വണ്ടിയുടെ മിറേഴ്സ് അത്രയില്ല, അത്രയുണ്ടെങ്കിൽ പോലും ഇത്രയൊരു വൈഡ് കിട്ടാറില്ലെന്ന് തോന്നുന്നു. അടിപൊളി മിറേഴ്സാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ടയേഴ്സ് കുറച്ച് നല്ല ടയേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൂറിങ് സിനാരിയോസൊക്കെ കുറച്ചുകൂടി എൻജോയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 390 250 ഇടുന്ന സെയിം ടയേഴ്സ് ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ടയേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും ഈസി ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യം എന്ന് പറയാനുള്ളത്. ആൻഡ് FC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ ചെറിയൊരു വിലയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പലർക്കും ഈ പുതിയ മോഡൽസൊന്നും അത്ര ഇഷ്ടമല്ല. ഇപ്പം കമ്പയർഡ് ടു ദ FC 16 ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ മോഡൽസിലേക്ക് വരുമ്പോൾ പലർക്കും ഒരു എന്തോ ഒരു ബൾക്കി ആയിപ്പോയി വണ്ടി. അല്ലെങ്കിൽ ആ ഒരു FC എന്ന് പറഞ്ഞൊരു നെയ്ക്കഡ്, നമ്മൾ കണ്ടതിൽ ആദ്യം വെച്ചൊരു നെയ്ക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഫീൽ ഇച്ചിരി പോയതുപോലെയുണ്ട്. കുറച്ചുകൂടി ഒരു ബൾക്കിയായി, ആ ഒരു സ്ലിമ്മറും സ്ട്രീം ലൈനൊന്നും ഇല്ലാണ്ടായതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇപ്പോഴും കറൻ്റ്ലി ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ളൊരു വണ്ടിയാണ്. ലെറ്റ് ഇറ്റ് ബി ദി മൈലേജ്, ലെറ്റ് ഇറ്റ് ബി ദി കംഫോർട്ട് ഫാക്ടർ, അല്ലെങ്കിൽ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് മുന്നിൽ തന്നെയാണ് 150cc കാറ്റഗറിയിൽ FC നിൽക്കുന്നത്. ശരിയാണ്, വേറെയും ഒരുപാട് മോഡൽസ് ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. Xtreme 160 ഉണ്ട്, വിച്ച് ഈസ് നൈസ്, ഫൺ ടു റൈഡ്, കുറച്ചുകൂടി പവർ ഉണ്ട്. അതായത് 150 സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർ കുറഞ്ഞ വണ്ടിയാണ് ഈ FC എന്ന് പറയുന്നത്. പവർ കുറഞ്ഞാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫൺ ടു റൈഡ് എലമെൻറ്റ് ഇല്ലാതെ, ഒരു ഫൺ എലമെൻറ്റ് ഇല്ലാതെ കുറച്ച് കുറഞ്ഞൊരു വണ്ടിയും കൂടിയാണിത്. പക്ഷേ അതാണ് കാര്യം, നമ്മളൊരു ചിലപ്പോൾ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ഫണ്ണാണോ പ്രാക്ടിക്കാലിറ്റിയോ വേണ്ടതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കാലിറ്റി മതിയും തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഫണ്ണ് അതാ പറഞ്ഞത്, കോണേഴ്സും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെ വണ്ടി ഓടിക്കാം. ആ പവർ ഫ്ലോയിൽ ഇല്ലാന്ന്. ഇപ്പോൾ നിങ്ങൾ കൈ കൊടുത്താൽ ഇങ്ങനെ ലീനിയറായിട്ട് കയറി പോകും, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്നുണ്ടല്ലോ ഫീലല്ലാണ്ട് പവർ വരുന്നുണ്ട് എന്നുള്ള ടോർക്ക് ഹിറ്റൊന്നുമില്ല. അതാണ് കാര്യം. അപ്പോൾ അത്രയൊക്കെ തന്നെ കാര്യങ്ങളും ഉള്ളൂ ഈ FC-നെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി. സോ ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ്. വീണ്ടും കാണാൻ ഒന്നിക്കാം. ടിൽ ദെൻ ബൈ ബൈ.